വിൻസെന്റ് മാഷ് സംവിധാനം ചെയ്തപ്പോ അതിന്റെ കൂടെ സംവിധാന സഹായിയായി ഈ പയ്യനെയും കൂടെ നിർത്തി. 10 ദിവസം മാത്രമേ സംവിധാന സഹായിയായി ജോലി ചെയ്തുള്ളൂ. അങ്ങനെ അബ്രപാളികളിൽ സംവിധാന സഹായികളുടെ കൂട്ടത്തിൽ ആ പേര് തെളിഞ്ഞു വന്നു, AM ഫാസിൽ. നമസ്കാരം, ന്യൂസ് ഗ്ലോബി ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴ SD കോളേജിൽ മിമിക്രിയും നാടകവും ഒക്കെയായി അടിച്ചുപൊളിച്ചു നടന്ന ഒരു മെലിഞ്ഞ പയ്യൻ. ആ പയ്യൻ അങ്ങനെ നടക്കുമ്പോൾ തന്നെ ആ കോളേജിലെ അദ്ദേഹത്തിന്റെ സഹപാഠിയായ ബോബൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതായത് കുഞ്ചാക്കോയുടെ ഉദയ സ്റ്റുഡിയോയുടെ നിർമ്മാണ കാര്യദർശിയായി അന്നും പ്രവർത്തിച്ചിരുന്നു ബോബൻ. ബോബനും ഈ പയ്യനും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതായി മാറി. അങ്ങനെ ഈ പയ്യനെ മിമിക്രി രംഗത്ത് നിന്നും അല്ലെങ്കിൽ നാടക രംഗത്ത് നിന്നുമൊക്കെ പതുക്കെ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്താൻ ബോബനും രംഗത്ത് വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കഴിവുകൾ കണ്ടറിഞ്ഞ ബോബൻ നേരെ ഉദയയും നവോദയയും രണ്ടായി പിരിഞ്ഞപ്പോൾ നവോദയ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സിനിമയുടെ പേരാണ് അച്ചാരമമ്മിണി ഓസാരമോമന. ആ സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഭാസിയാണ്. അടൂർ ഭാസി സംവിധാനം ചെയ്തെങ്കിലും അതിന്റെ ഒരു യൂണിറ്റ് വർക്ക് ചെയ്തത് വിൻസെന്റ് മാഷായിരുന്നു. വിൻസെന്റ് മാഷ് സംവിധാനം ചെയ്തപ്പോ അതിന്റെ കൂടെ സംവിധാന സഹായിയായി ഈ പയ്യനെയും കൂടെ നിർത്തി. 10 ദിവസം മാത്രമേ സംവിധാന സഹായിയായി ജോലി ചെയ്തുള്ളൂ. അങ്ങനെ അബ്രപാളികളിൽ സംവിധാന സഹായികളുടെ കൂട്ടത്തിൽ ആ പേര് തെളിഞ്ഞു വന്നു, AM ഫാസിൽ. അതാണ് ഞങ്ങളൊക്കെ പാച്ചിക്ക എന്ന് വിളിക്കുന്ന ഫാസിലിന്റെ തുടക്കം. അതിനുശേഷം മധുവിനെയും ഒക്കെ അണിനിരത്തി ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ചെയ്യുവാൻ അന്ന് ഉദയ തീരുമാനിക്കുന്നു. തീക്കടൽ എന്നാണ് ആ സിനിമയുടെ പേര്. അതിന്റെ തിരക്കഥ എഴുതാൻ ഏൽപ്പിച്ചത് ഫാസിലിനെ ആയിരുന്നു. അങ്ങനെ ആ ബ്രഹ്മാണ്ഡ ചിത്രം സൂപ്പർ ഹിറ്റായി മാറി. അത് സൂപ്പർ ഹിറ്റായി മാറിയതോടുകൂടി നവോദയയുടെ കണ്ണിലെ നോട്ടപ്പുള്ളിയായി മാറി ഫാസിൽ എന്ന ആ ചെറുപ്പക്കാരൻ. അങ്ങനെ നവോദയ പുതുമുഖ താരങ്ങളെ നിരത്തി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പുതുമുഖ താരങ്ങളെ നിർത്തി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ സംവിധാന ചുമതല ഈ AM ഫാസിലിന്റെ തലയിൽ തന്നെ വന്നു വീഴുന്നു. അങ്ങനെ അദ്ദേഹം സംവിധായകനാകുന്നു. ഒരു തലയിലാകം എന്ന സിനിമയിലൂടെ തമിഴിൽ ബ്ലോക്ക് ബസ്റ്ററായി തീർന്ന സിനിമയിലെ നായകൻ ശങ്കറിനെ നായകനാക്കിയും പൂർണ്ണമ ജയറാമിനെ നായികയാക്കിയും ഒരു പുതുമുഖ വില്ലനെ തേടി നടന്ന ഫാസിലിന് അവസാനം ആ സിനിമയിലേക്ക് ഇപ്പോഴത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, എല്ലാം കൊണ്ടും അഭിനയ പ്രതിഭയായിരുന്ന മോഹൻലാൽ എന്ന ആ ഒരു വ്യക്തിയെ ആ സിനിമയിലേക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാലും ഒരു താരമായി മാറി. ഇന്ന് മോഹൻലാൽ മലയാളവും കന്നഡവും തമിഴും തെലുങ്കും എല്ലാം കടന്ന് നമ്മുടെ ദേശീയ അംഗീകാരങ്ങൾ വരെ വാരിക്കൂട്ടി മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത പേര് കുത്തിച്ചേർത്ത ഒരു നടനാണ് മോഹൻലാൽ. ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ ശങ്കറും പൂർണിമ ജയറാമും മോഹൻലാൽ എന്ന നടനും മലയാള സിനിമയിൽ ചിരപ്രതിഷ്ഠ നേടി എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഹിറ്റുകളുടെ നിരയായിരുന്നു ഫാസിലിന്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കൂടാതെ കുഞ്ചാക്കോ ബോബനെയും ബേബി ശാലിനിയെയും ഒക്കെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് ഫാസിൽ. ബേബി ശാലിനിയെ എന്റെ മാമാട്ടിക്കുട്ടിയമ്മ എന്ന സിനിമയിലൂടെ കൊണ്ടുവന്നെങ്കിൽ അതേ ബേബി ശാലിനിയെ അനീതിപ്രാവ് എന്ന സിനിമയിലൂടെ നായികയാക്കിയും അതേപോലെ കുഞ്ചാക്കോ ബോബനെ അതിലെ നായകനാക്കിയും ഒക്കെ മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ചയാളാണ് ഫാസിൽ. മണിച്ചിത്രത്താഴ് എന്ന സിനിമ, ഹരീഷൻസ്, അനിയത്തിപ്രാവ്, എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, പപ്പയുടെ സ്വന്തം അപ്പൂസ്, വിസ്മയത്തുമ്പത്ത്, കയ്യെത്തം ദൂരത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപടി മികച്ച ചിത്രങ്ങൾ ഫാസിലിൻ്റെതായി പുറത്തു വന്നു. മലയാള സിനിമയിൽ കോടിക്കിലുക്കങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നതെങ്കിലും അന്നൊരു കാലത്ത് കോടിക്കിലുക്കമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആദ്യമായി പുതുമുഖ താരങ്ങളെ വെച്ചുപോലും, ആരും റിസ്ക് എടുക്കാതിരുന്ന കാലത്ത് പുതുമുഖ താരങ്ങളെ വെച്ചുപോലും
റിസ്ക് എടുത്ത് സിനിമ ചെയ്ത് മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഞങ്ങളുടെ പാച്ചിക്ക ഇന്നും അതേ ആ സിനിമയുടെ ആ ക്രാഫ്റ്റ് കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് വേണം പറയാൻ.